ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. ഇത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ മെയിനായിട്ട് പച്ചക്കറി വാങ്ങാനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പച്ചക്കറിയൊക്കെ നോക്കിയെടുത്ത് അതിന് ശേഷം ചിക്കനും മീനും അങ്ങനെയൊക്കെ വാങ്ങണം. മീൻ അങ്ങനെ ഇവിടെ പൊതുവെ കിട്ടാറ് കുറവാണ് കേട്ടോ. പിന്നെ കിട്ടിയാലും നാട്ടിലത്തെ മീനിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ എന്താ ചെമ്മീൻ വാങ്ങി, പിന്നെ ചിക്കനും വാങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്ന നേരം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് നടന്നു കണ്ടു. കാരണം പച്ചക്കറിയൊക്കെ എടുത്തു കഴിഞ്ഞു, ഇനി ഒന്നും വാങ്ങാനില്ല. പിന്നെ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്തും തിരക്കുണ്ട്. അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് നോക്കി നടന്നു. പിന്നെ അതെല്ലാം കയ്യിൽ കിട്ടിയതിന് ശേഷം നേരെ ബില്ലാക്കാൻ പോയി. സാധാരണ ബില്ലാക്കുന്ന സമയത്ത് തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് തിരക്ക് കുറവാണ്, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ 2025 ഒക്ടോബറിലാണ് ഇങ്ങോട്ട് വന്നത്. അതിന് മുന്നേ വേറെ റൂമിലായിരുന്നു. ഇന്ന് നാട്ടിൽ നിന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും ബ്രദറും കൂടി വരുന്നുണ്ട് കേട്ടോ. അവർ 2 ആഴ്ച മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവർക്ക് പോവേണ്ടി വന്നു. അപ്പോൾ പിന്നെ അന്ന് വന്നപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതും പുറത്ത് വെക്കേണ്ടതൊക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ ഫിഷും ചിക്കനൊക്കെ വാങ്ങിയത് എടുത്ത് വെക്കാൻ ഇങ്ങനെയുള്ള ബോക്സിലാണ് കേട്ടോ വെക്കാറ്. ഇങ്ങനത്തെ ബോക്സിൽ അത് വെച്ചിട്ട്, അതായത് മീനോ ചിക്കനൊക്കെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കാറാണ് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട്. അവൾ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ ഹോസ്റ്റലിലാണ്. സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളുടെ കോളേജിലേക്ക് ഇവിടുന്നൊരു 10-15 മിനിറ്റ് ദൂരമുണ്ട്. പിന്നെ ബസ്സൊന്നും അങ്ങോട്ട് ഇവിടുന്ന് പോകുന്നില്ല. അപ്പോൾ പിന്നെ പോയി വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് കേട്ടോ അവൾ. പിന്നെ ചിക്കനും ഇതേപോലെ ബോക്സിലാക്കിയിട്ട് വെള്ളമൊഴിച്ച് ഫ്രീസറിൽ വെക്കാണ്. ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ പൊട്ടിച്ചിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് പാലിൻ്റെ പകുതിയുള്ള, അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതും വെക്കാം. ഞാൻ പാക്കറ്റ് കൊടുക്കാൻ അങ്ങനെ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാതും ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ എല്ലാം അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കും. അതിൻ്റെ ഓരോ ട്രേ എടുത്ത് കഴുകാനുള്ള സമയമില്ല കേട്ടെന്ന്. പിന്നെ പച്ചക്കറി വാങ്ങുന്ന ദിവസങ്ങളാണ് ഫ്രിഡ്ജ് ഇങ്ങനെ ഒതുക്കി എല്ലാം സെറ്റാക്കി വെക്കാറുള്ളത്. ചില സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ പച്ചക്കറികളാണെങ്കിൽ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അതിനുള്ള സമയമില്ല. കാരണം പോയി വന്നപ്പോഴേക്കും നല്ല നേരം വൈകി. അങ്ങനെ രാവിലെ ദോശ കഴിക്കാനും പുറത്ത് പോയി. പിന്നെ അതിനുശേഷം നേരെ പച്ചക്കറി വാങ്ങാൻ പോയി. അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ ഞാനെല്ലാം അങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചു. കട്ട് ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമല്ല. രാവിലെ ഒക്കെ എടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ രാവിലെ വിചാരിക്കും അയ്യോ കട്ട് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ഇതെല്ലാം കിച്ചണിൽ മണി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. രാവിലെ ചോറ് വെച്ചപ്പോൾ കഞ്ഞിവെള്ളം പോയതും പിന്നെ അതിന് ശേഷം പാൽ തിളപ്പിച്ചപ്പോൾ പാൽ പൊന്തിപ്പോയി. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കാണ്ട്. ഇത് കിച്ചണിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഈ ജനൽ തുറന്നാൽ അപ്പോൾ പ്രാവ് പോവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത് പിടിച്ച് നോക്കി. അപ്പോഴും പോയിട്ടോ. പിന്നെ കിച്ചണിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു സിങ്കുണ്ട്. ഇവിടെ സിങ്കുണ്ട്. പുറത്തുനിന്നാണ് സാധാരണ കഴുകാറ്. പക്ഷേ അവിടെ എല്ലാ പാത്രങ്ങളും ഈ സിങ്കിലിട്ടു. അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കഴുകി. അതിനിടയിൽ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അവർ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ
വേഗം വെള്ളം കലക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പണി ഉണ്ടാവില്ല. അതങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് അതങ്ങനെ കൂടിക്കിടക്കും. പിന്നെ കഴുകാനും മടിയും. പിന്നെ പാത്രം കഴുകുന്നതിനിടയിലാണ് ഫോൺ വന്നത്. അവർ താഴെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം അതൊക്കെ അവിടെ വെച്ചിട്ട് അവരെ കൂട്ടാൻ പോയി താഴേക്ക്. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ ലഗേജൊന്നും എടുക്കാൻ നിന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വേഗം മേലേക്ക് റൂമിലേക്ക് വന്ന് എന്നിട്ട് വെള്ളമൊക്കെ കൊടുത്തു. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. എത്തിയപ്പോഴേക്കും 12:45. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം ഇനി പള്ളിയിൽ പോവാണ്ട് അവർ. പിന്നെ കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുഡ് ഐറ്റംസും പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. പിന്നെ ഞങ്ങളിന്ന് പുറത്ത് പോവുകയാണ് ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക്. അപ്പോൾ അവർ താഴെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയിരുന്നു. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷമാണ് പിന്നെ പോയത്. സൂഫി മന്തിയിലേക്കാണ് പോകുന്നത്. മന്തി കഴിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ അവിടെയൊക്കെ എത്തി. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ വന്നു. പെരി പെരി മന്തി പിന്നെ ഫിൽഫിൽ മന്തി, അങ്ങനെ 2 ടൈപ്പ് മന്തിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെരി പെരി മന്തിയാണ് എടുത്തത്. അപ്പോൾ അനിയൻ ഫിൽഫിൽ മന്തി. അപ്പോൾ ഞാൻ എൻ്റെ നിന്ന് ഒരു കഷ്ണം അവൻക്കും അവൻ്റെ ഒരു പീസ് എനിക്കും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണിത്. പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് കഴിഞ്ഞ് പോകുന്നത്. അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 3:45 ആവാനായി. കാരണം കുട്ടികൾ 4 മണിക്ക് എത്തും. അപ്പോൾ വേഗം അവിടുന്ന് പോന്നു. പിന്നെ അത് അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ചുകൂടി സാധനങ്ങൾ വണ്ടി നിൽക്കാണ്ടായിരുന്നല്ലോ. അതൊക്കെ എല്ലാവരും ഓരോ കവറൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുത്ത് മേലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം അവിടുന്ന് നേരെ സ്കൂളിൽ നിന്ന് അതായത് ഫുഡ് കഴിച്ച് നേരെ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ വിളിച്ചിട്ട് വരാമെന്നായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ബസ് എടുത്താലോ, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴേക്കും അവരവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞങ്ങളെത്തിയതും അവരെത്തിയതും ഒരുമിച്ചായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ കുട്ടികൾ. മോനിപ്രാവശ്യം ചേർത്തിയതാണ് LKGയിൽ, മോളും 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ ഓടുന്ന വെച്ചപ്പോഴുള്ള അവസ്ഥയാണിത്. ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അതിന് പോകുമ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾ കിച്ചണിൽ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചിട്ട് ഇങ്ങനെ നാട്ടിലത്തെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഇവർ പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ ഇങ്ങനത്തെ വല്ല ഐറ്റംസും കണ്ടാൽ അതായിട്ട് കഴിക്കുക. ചോറൊന്നും കഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കഴിക്കില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും അതായത് ഇങ്ങനെ ബേക്കറിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ഇടുക കേട്ടോ. അങ്ങനെ തുണികളൊക്കെ തിരുമ്പാട്ടതിന് ശേഷം ഒന്ന് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. എല്ലാവരും ഒന്ന് ഉറങ്ങി. അതിന് ശേഷം എണീറ്റ് വന്ന് ചായയൊക്കെ വെക്കുകയാണ്. ചായക്ക് കൂട്ടാൻ ബേക്കറിയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ആറ്റി സെറ്റാക്കിയിട്ട് കൊണ്ടുവച്ച് എല്ലാവരും വിളിച്ച് ഇനി ചായയൊക്കെ കുടിച്ചു. പിന്നെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോൾ. അതൊക്കെ മുറിച്ച് നോക്കുകയാണ്. പഴുത്തിട്ടുണ്ടോ അതോ പച്ച തന്നെയാണോ എന്നൊക്കെ നോക്കിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് പഴുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു മധുരം. അപ്പോൾ എല്ലാവർക്കും അതായത് മോൾക്കൊക്കെ ചക്ക വറുത്തത് വേണമെന്ന്. ചക്ക വറുക്കാൻ പറ്റിയത് നാട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വറുത്ത് കൊണ്ടുവന്നിട്ടില്ല അവരൊന്നും. അപ്പോൾ തന്നെ കഴിക്കാൻ തരത്തിൽ വറുക്കാമല്ലോ, ഏത് ചക്കയാണെങ്കിലും വറുത്ത ഉടനെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്ത് വറുത്തു. പിന്നെ തുണികളൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒക്കെ ഉണക്കുകയാണ്. അത് കിച്ചണിൽ നിന്ന് ഇറങ്ങണ വർക്ക് ഏരിയയാണ്. പിന്നെ ബാൽക്കണിയിലും ഉണക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെയും ഒരു 6 കമ്പി, ബാൽക്കണിയിലും ഒരു 6 കമ്പി. ഇതിൽ തന്നെ അത്യാവശ്യം എല്ലാ തുണികളും കൊള്ളും. പിന്നെ നമുക്ക് ഏത് ഹൈറ്റിലാണോ വേണ്ടത് ആ ഹൈറ്റിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും.
പിന്നെ ഇത് ചക്ക വറുത്തൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് അരിയാണ്. അപ്പോൾ ഞാനും കൂടി ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ചോറ് ഓൾറെഡി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കറിയും ഉപ്പേരിയും ആക്കണം. അപ്പോൾ അതാ ചക്കൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഉമ്മ. ഞാനപ്പുറത്ത് ചോറിലേക്കുള്ള കറിയും ഉപ്പേരിയും ഒക്കെ നോക്കുകയാണ്. ചിരങ്ങക്കറിയും പിന്നെ കടച്ചക്കേൻ്റെ ഉപ്പേരിയും പപ്പടവും അച്ചാറും അങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തത്. കാരണം ഉച്ചക്ക് മന്തിയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ രാത്രിയിലേക്ക് ചിക്കനും മീനൊന്നും എടുക്കണ്ട, ഒരു നേരത്തിനായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ കടച്ചക്കയിലേക്ക് ഉള്ള ഉള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ കടച്ചക്കയ്ക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തോല് കളയാണ്. ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ വെക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ഇട്ടിട്ട് തോന്നിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉമ്മ ഉണ്ട് എൻ്റെ കൂടെ. ഉമ്മ അവിടെ ചക്ക വറുക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ പണികൾ ചെയ്യാണ്. അനിയത്തിക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് അവൾ പഠിക്കുകയാണ്. പിന്നെ അനിയന് നെക്സ്റ്റ് വീക്ക് എക്സാം ഉണ്ട്, അപ്പോൾ അവനും പഠിക്കുകയാണ്. പിന്നെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവന്. പിന്നെ അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ. ചെറിയ ഉള്ളി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ കുഴപ്പമില്ല, മറ്റേ വലിയുള്ളി ചെറുതാക്കി എരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ആദ്യം മൂപ്പിക്കും, പിന്നെയാണ് ഉള്ളി ഇടാറ്. അതിനുശേഷം വേപ്പിൻ്റെ ഇലയും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കും. അപ്പോൾ ചക്ക വറുത്തതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അനിയത്തി വന്നിട്ട്. അപ്പോൾ ഒരു കുഴഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല, അപ്പം തന്നെ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ആയി വന്നതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി. ഈ സമയത്ത് നല്ല മണമായിട്ട് വരുന്നത്. അങ്ങനെ അതൊക്കെ ഇളക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അതാ കടച്ചക്കൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർക്ക് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.